എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം പുതിയൊരു തുടക്കം കുറിക്കുന്ന നക്ഷത്ര ജാതകർ അപ്രതീക്ഷിത ധനനേട്ടങ്ങളിലൂടെ സമ്പത്ത് കുമിഞ്ഞുകൂടാനും ജീവിത നിലവാരം ഉയർത്താനും ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് മാസം ലഭിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഇവർക്ക് ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാനും എല്ലായിടത്തും മാന്യത ലഭിക്കാനും ഉള്ളൊരു സാഹചര്യം ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും. കാര്യതടസ്സങ്ങളെക്കാൾ കൂടുതൽ കാര്യസാധ്യങ്ങളാണ് ഫലത്തിൽ കാണുന്നത്. ധനാഗമം പ്രതീക്ഷിക്കാം. ഉപേക്ഷിച്ച സ്വത്ത് പോലും വന്നു ചേരാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾക്കുള്ള മുടക്കം നീങ്ങിത്തുടങ്ങും. സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ കാലതാമസം മാറി അനുഭവിക്കാൻ യോഗം ഉണ്ടാകും. മനസ്സിന് ആദി കുറഞ്ഞു തുടങ്ങും. ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകും. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പ്രതാപം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അർശസ്, മൂത്രാശയവിദ്യയായ അസുഖങ്ങൾ ഇവ കൂടാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ ഒന്ന് നോക്കാം. പലവിധ ആപത്തുകളിൽ നിന്നും മുക്തി നേടാനും വീട്ടിൽ സമാധാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഏറെക്കാലമായിട്ട് ചിന്തിച്ചു കൂട്ടി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ശയന സൗഖ്യം ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കും. ചിട്ടി കിട്ടുന്നതിലൂടെയോ ലോട്ടറി ഭാഗ്യത്തിലൂടെയോ പുത്തൻ വഴിത്തിരിവ് ഇവർക്ക് ലഭിക്കുകയാണ്. ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഇവയുണ്ടാകാൻ ഇടയുണ്ട്. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട്. യശസ്സിനും ധനത്തിനും ക്ഷയം വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും. തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും. കച്ചവടങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ചിലവുകളും കുറഞ്ഞു തുടങ്ങും. നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകും. ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയം ഉണ്ടാകും. ധനനേട്ടങ്ങൾ, പല പ്രകാരേണയുള്ള അനർത്ഥങ്ങൾ, മനസ്സിന് സ്വസ്ഥത ഇവയൊക്കെ ഒരു പ്രധാന വിഷയമായിരിക്കും ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ. അപ്രതീക്ഷിതമായ ധനനേട്ടം കൊണ്ട് ആഗ്രഹിക്കുന്ന പലതും നേടാൻ ഇവർക്ക് സാധിക്കും. ഒപ്പം ചിലവുകൾ കൂടും. ആഭരണങ്ങൾ വാങ്ങാനോ വാഹനം വാങ്ങാനോ എല്ലാം നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും.
സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആകും. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ട അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയിൽ നിന്ന് മുക്തി പ്രതീക്ഷിക്കാം. ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ കൂടി നടത്തണം. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറയും. അപസ്മാര പീഡയുള്ളവർ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഓഗസ്റ്റ് മാസം കാണുന്നുണ്ട്. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കുക. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇവ കുറഞ്ഞു തുടങ്ങും. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും. വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾ ഒത്തുകൂടും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ തടസ്സങ്ങൾ നീങ്ങി ധനം കൈവശം വരും. ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ട്. കൂടുതൽ സ്നേഹബന്ധത്തിൽ ഉള്ളവരുമായി പിരിയാൻ അവസരം കാണുന്നുണ്ട്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ ദുഃഖത്തിലേക്ക് പോകും. മറ്റുള്ളവരെ ഈ കാലഘട്ടത്തിൽ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടും. ദോഷപരിഹാരങ്ങൾക്ക് ശിവനധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. രോഗാരിഷ്ടതകൾക്ക് കുറവ് കണ്ടു തുടങ്ങും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾക്ക് സാധ്യതകൾ കാണുന്നു. ജോലിയിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിവരും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃതുല്യ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും കൂടുതലാകാൻ സാധ്യതയുണ്ട്. എതിർക്കുന്ന സ്വഭാവം ഉണ്ടാകും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം 2, 3, 4 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരും അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ചും ഒന്ന് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചാൽ അത് വിജയത്തിൽ എത്തും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടന്ന് മുന്നോട്ട് പോകും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മനസ്സിന് സ്വസ്ഥമായൊരു അന്തരീക്ഷമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം. എല്ലാത്തിനും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ എപ്പോഴും ആദി കൂടുതലായിരിക്കും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നല്ല സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ബന്ധനാവസ്ഥ ഉണ്ടായാൽ അവയ്ക്ക് യുക്തമായ ഔഷധ സേവ കൂടി ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്ക് സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സമയം അനുകൂലമല്ല, ഒഴിവാക്കുക.
സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ലഭിക്കും. ദോഷപരിഹാരമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുക.